അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മാലാഖമാരുടെ സഭയിൽ ദൈവം നിലകൊള്ളുന്നു. അവരുടെ മധ്യേ ന്യായം വിധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരുടെ സഭയിൽ ദൈവം നിലകൊള്ളുന്നു. അവരുടെ മധ്യേ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര നാൾ ന്യായമായി വിധിക്കും? ദുർവൃത്തരെ അനുകൂലിക്കും. അനാഥരെയും അഗതികളെയും നീതിയോടെ വിധിക്കുവിൻ. ദരിദ്രർക്കും എളിയവർക്കും നീതി നടപ്പാക്കുവിൻ. ദുഷ്ടരുടെ കരങ്ങളിൽ നിന്ന് ദുർബലരെയും അഗതികളെയും രക്ഷിക്കുവിൻ. ഇരുളിലാണ് തങ്ങൾ വ്യാപരിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഭൂമിയുടെ അടിത്തറ ഇളകിക്കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ദൈവങ്ങളാണെന്ന് അത്യുന്നതന്റെ പുത്രരാണെന്നും ഞാൻ പറഞ്ഞു. എങ്കിലും മനുഷ്യരെ പോലെ നിങ്ങൾ മരിക്കും. ഏതൊരു പ്രമാണിയെയും പോലെ നിലംപതിക്കും. ദൈവമേ, എഴുന്നേൽക്കണമേ. ഭൂമിയെ വിരിക്കണമേ. എല്ലാ ജനതകളും അങ്ങയുടെ അവകാശമാണല്ലോ. ദൈവമേ, അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? അങ്ങ് നിശബ്ദനും നിശ്ചലനുമായിരിക്കരുതേ. ഇതാ അങ്ങയുടെ ശത്രുക്കൾ കലഹമുണ്ടാക്കുന്നു. അങ്ങയുടെ ജനത്തിനെതിരായി തലപൊക്കുന്നു. അവർ നിഗൂഢതന്ത്രങ്ങൾ മറയുന്നു. അങ്ങയുടെ വിശുദ്ധ ജനത്തിനെതിരെ ദുരാലോചന നടത്തുന്നു. അവർ പറയുന്നു, വരുവിൻ, ജനത്തിൽ നിന്ന് നമുക്കവരെ തുടച്ചു നീക്കാം. ഇസ്രായേലിന്റെ നാമം മേലിലാരും ഓർമ്മിക്കരുത്. അവർ ഏകമനസ്സരായ ആലോചന നടത്തി അങ്ങേക്കെതിരെ സഖ്യം ചേർന്നു. ഏദോംകാരും അറബാക്കാരും മോവാബുകാരും ഗദറായരും ആമോൻകാരും അമലേക്കരും ഒന്നു ചേർന്നു. പ്ലശത്തുകാരും സ്വനിവാസികളും അവരോടൊത്തു ചേർന്നു. അസീറിയക്കാരും അവരെ തുണച്ചു. ലോത്തിന്റെ മക്കൾക്ക് സഹായം നൽകി. മിദിയാനോടും സിസറായോടും യാബിനോടും അങ്ങ് കീശോൻ താഴ്വരയിൽ ചെയ്ത പോലെ
ഈ ദുഷ്കർമ്മികളോടും വർത്തിക്കണമേ. ഇതുവരെ വെച്ച് അവർ നശിപ്പിക്കപ്പെട്ടു, അവർ ഭൂമിക്ക് വളമായി തീർന്നു. ഓർവിനെയും സീബിനെയും സേബായെയും സൽമനായെയും പോലെ അവരുടെ പ്രമാണികളെയെല്ലാം നിശേഷം നശിപ്പിക്കണമേ. ദൈവത്തിന്റെ പട്ടണം നമുക്ക് സ്വന്തമാക്കാമെന്ന് അവരുടെ പ്രഭുക്കന്മാർ വമ്പ് പറഞ്ഞു. ദൈവമേ, അങ്ങ് അവരെ ചുഴലിക്കാറ്റ് പോലെയും പറന്നു പോകുന്ന ഉണക്കപ്പുല്ല് പോലെയും ആക്കണമേ. വനത്തിൽ പടരുന്ന അഗ്നി പോലെയും മലയെ ചുടുന്ന തീജ്വാല പോലെയും അങ്ങ് അവരെ ചുഴലിക്കാറ്റിൽ കറക്കണമേ. കൊടുങ്കാറ്റാൽ ഭയപ്പെടുത്തണമേ. അങ്ങയുടെ നാമം അന്വേഷിക്കേണ്ടതിന് അവരുടെ മുഖം ലജ്ജിതമാക്കണമേ. അവർ എന്നേക്കും അവഹേളിതരും സംഭീതരുമാകട്ടെ, അപമാനിതരായി നശിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമം മാത്രം ഭൂമി മുഴുവനിലും ഉയർന്നു നിൽക്കുന്നെന്ന് അവർ അറിയട്ടെ. ശക്തനായ കർത്താവേ, അങ്ങയുടെ കൂടാരങ്ങൾ എത്ര പ്രിയങ്കരമാകുന്നു. കർത്താവിന്റെ അങ്കണങ്ങൾക്കായി എന്റെ ആത്മാവ് തീവ്രമായി അപേക്ഷിക്കുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കുരുവി അതിന് പാർപ്പിടവും ചെങ്ങാനെ കൂടും കണ്ടെത്തി. ശക്തനായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവേ, എന്റെ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ എന്നേക്കും അങ്ങയെ സ്തുതിക്കും. അങ്ങ് സഹായിക്കുകയും അങ്ങയുടെ വഴികൾ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അവർ താഴ്വരയിലൂടെ കടന്നുപോയി, അവർ അതിനെ വസതിയാക്കി. പ്രമാണദാതാവ് അതിനെ അനുഗ്രഹിച്ചു. അവർ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് പോകും. അത്യുന്നതനായ ദൈവം സിഹിയോനിൽ പ്രത്യക്ഷനാകും. കർത്താവേ, ശക്തനായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. സഹായകനായ ദൈവമേ, കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തനെ തിരുകൺ പാർക്കണമേ. ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ വസിക്കുന്നതിനേക്കാൾ ദൈവഭവനത്തിൽ വസിക്കാൻ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അങ്ങയുടെ ഭവനത്തിലെ ഒരു ദിവസം 1000 ദിവസങ്ങളേക്കാൾ കൂടുതൽ അഭികാമ്യമാണല്ലോ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സഹായകനും സംരക്ഷകനും ദൈവമായ കർത്താവാകുന്നു. കർത്താവ് കരുണയും മഹത്വവും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് തന്റെ നന്മകൾ നിഷേധിക്കുകയില്ല. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിന്നെ പറ്റി മഹത്തായ കാര്യങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു. ദാവീദിൻ സുത കന്യാംബികൈ, തലമുറ തലമുറ കീർത്തിപ്പൂ നിൻ സൗഭാഗ്യം. ആദ്യം മുതൽക്കേ പാപം ചെയ്തൊരു മാനവവംശം നീ വഴി പുണ്യം നേടുന്നു. ജീവനുദിച്ചു മർത്യകുലത്തിൽ നിൻ തിരുസുതനാമീശോയാൽ. നിന്നെ ഉയർത്തിയ താതന്നും സുതനാമീശോ മിശിഹായ്ക്കും നിന്നെ പാവനമാലയമായി പരിചിലൊരുക്കിയ റൂഹായ്ക്കും സ്തുതിയർപ്പിച്ചിടും ഈ സുതരിൽ. സുതരുടെ കരുണ നിരന്തരമായി നിലനിന്നിടട്ടെ. അനുഗ്രഹവും ജീവനും കർത്താവ് നൽകുന്നു. സൃഷ്ടിക്കകിലും ജീവനമുയരം നൽകാനോഴിയിൽ ഉദയം ചെയ്തവനീശോതൻ. കൃപയാൽ പൂരിത കന്യകയാളെ മിശിഹാമാതേ ഭാഗ്യമിയെന്നവളെന്നും നീ. എന്തെന്നാൽ നിൻ തിരുവുദരത്തിൽ ആദര
ജീവനു കാരണമായിടും അത്ഭുതമേറും ദിവ്യഫലം സഭയോടു ചേർന്നീ സുതരെല്ലാം നിന്തിരുസുതനെ വാഴ്ത്തുന്നു. നിന്നുടെ ഓർമ്മകൾ ഘോഷിക്കും വൈദിക നിരയോട് ചേർന്നിന്ന് സ്തുതികൾ പാടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശങ്ങളും ആഴിയും അവയിൽ മേവും സകലവും ഒരുപോൽ സ്തുതികൾ പാടുന്നു. കന്യക തന്നുടെ ഓർമ്മദിനത്തിൽ സൃഷ്ടികളെല്ലാം കന്യാസുതനെ വാഴ്ത്തുന്നു. തിരുവചനത്തിൻ മാതാവാകും അവളാണ് അനുപമ സങ്കേതം. അവളിൽ ശരണം തേടുന്നോർ കവളുടെ നാമം അനുഗ്രഹമായി, അവളുടെ അർത്ഥനയഭയവുമായി നീർച്ചാൽ പോലിവിടൊഴുകുന്നു. മക്കൾക്കിന്നും തുണയാകും അവളെ വണങ്ങാമെന്നാളും ഏകമനസ്സോടെ. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, തിരുനാമം പ്രകീർത്തിക്കുവിൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, തിരുനാമം പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ നാമം അനാദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. സൂര്യോദയം മുതൽ അസ്തമയം വരെ അവിടുത്തെ നാമം പുകഴ്ത്തപ്പെടട്ടെ. കർത്താവ് സർവ്വജനതകളിലും ഉന്നതനാകുന്നു, അവിടുത്തെ മഹത്വം ആകാശങ്ങൾക്ക് അതീതമാകുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായ ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിലിരുന്ന് ആകാശവും ഭൂമിയും ആഴവും കാണുന്നു.
ജനപ്രമാണികളോടൊപ്പം ഇരുത്താൻ നിർധനനെ എളിയ സ്ഥിതിയിൽ നിന്ന് ഉയർത്തുന്നു. വന്ധ്യയ്ക്ക് സന്താന ഭാഗ്യം നൽകുകയും സന്തുഷ്ടയാക്കി വീട്ടിൽ പാർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോദൻ പ്രിയമാതാവേ, ശുദ്ധത നിറയും പേടകമേ, നിന്നെ വണങ്ങും മക്കൾക്കായി അമ്മേ നീ തുണയാകണമേ. പാവന ദേവിക കൂടാരം സകലേശൻ തൻ ത്രോണോസേ, കത്തും തീയിൽ മലമുകളിൽ മോശെ കണ്ടൊരു മുൾച്ചെടി നീ. വിണ്ണിന്റെ രഹസ്യങ്ങൾ കുടികൊള്ളുന്നോരാലയമേ, മുദ്രിതമാകും വാതിൽ നീ, വാഗ്ദാനത്തിൻ പേടകവും. രക്ഷകനാകും ദൈവത്തെ തീറ്റി പോറ്റിയ മാതാവേ, മന്നാ നിറയും പാത്രം നീ, അഹറോൻ തന്നോടെ വടിയും നീ. നിൻ തിരുസുതനെ നാഗത്തിൽ നിൻ സുതരെന്നും വാഴ്ത്തിയിടാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അമ്മേ, സ്വസ്തി നിനക്കെന്നും. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അവർ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാദൂരമാണുള്ളത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ വാസസ്ഥലവും മഹത്വത്തിന്റെ ആലയവുമായി കന്യകാമറിയത്തെ തിരഞ്ഞെടുക്കുകയും അവളുടെ തിരുനാൾ ആഘോഷത്താൽ സഭയെ അലങ്കരിക്കുകയും ചെയ്ത കർത്താവായ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ട്. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കന്യാത്വത്തിന് ഭംഗം വരാതെ നിന്നെ ഉദരത്തിൽ വഹിക്കുകയും കന്യകയായി തന്നെ പ്രസവിക്കുകയും പരിശുദ്ധിയോടെ ലാളിച്ച് വളർത്തുകയും ചെയ്ത നിന്റെ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഉന്നതയായ മറിയത്തിൽ ഞങ്ങളുടെ വംശത്തിന്റെ ശിരസ് ഉയർത്തുകയും അവളെ സ്വർഗത്തിലേക്ക് കരയേറ്റുകയും ചെയ്ത നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ അമ്മയായ കന്യകാമറിയത്തെ പീഡിതർക്ക് സങ്കേതവും ദുഃഖിതർക്ക് സാന്ത്വനവും ക്ലേശിതർക്ക് ആശ്രയവും ആലംബഹീനർക്ക് ശരണവുമായി നൽകിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ അജഗണമായ സകല വിശ്വാസികളുടെ മാതാവും മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയത്തെ നിയമിച്ചാക്കിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ ദ്രൗപദാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ പിതാവും ദ്രൗപദാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ ഞങ്ങളെ എല്ലാവരെയും പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്റെ സ്നേഹവും ശാന്തിയും നിവസിപ്പിക്കണമേ. നിന്റെ അമ്മയായ മറിയത്തിന്റെ പ്രാർത്ഥനയാൽ നിന്റെ രാജ്യത്തിൽ ആനന്ദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കുകയും
ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.